ഹലോ എവറിബഡി, വെൽക്കം ടു മൈ ന്യൂ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് അശ്വതി. ഞാൻ കാനഡയിൽ സെറ്റിൽഡാണ്. ഇപ്പോൾ നാട്ടിൽ വെക്കേഷന് വേണ്ടി വന്നേക്കുവാണ്. പിന്നെ എന്താ തംബ്നെയിൽ കണ്ടുപോലെ തന്നെ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് എൻ്റെ ബേബിക്ക്, എനിക്ക് 4 month ഓൾഡ് ഒരു ബേബി ഉണ്ട്. ബേബീൻ്റെ ഡയപ്പർ ബാഗിൽ എന്തൊക്കെയാണ് ഞാൻ കൊണ്ടു നടക്കുന്നത് എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് കാണിക്കാൻ പോകുന്നത്. ഇതാണ് എൻ്റെ ബേബിയുടെ ഡയപ്പർ ബാഗ്. ഇതിനകത്ത് ഞാൻ ജനറൽ ആയിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് കൊണ്ടുപോകുന്നതെന്നാണ് ഞാനത് കാണിക്കുന്നത്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, എപ്പോഴും ബാഗ് പാക്ക് ചെയ്യുമ്പോൾ മിനിമലൈസ് ചെയ്ത് പാക്ക് ചെയ്യുക, എന്നാൽ കുട്ടിക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും പാക്ക് ചെയ്യണം. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. സോ നമ്മൾ ഡയപ്പർ ബാഗ് എന്ന് പറയുമ്പോൾ തന്നെ ഫസ്റ്റ് തിങ് നമ്മൾ ഇതിനകത്ത് വെക്കുന്നത് ഡയപ്പേഴ്സ് ആണ്. ഇതെന്ന് പറയുമ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഹഗ്ഗീസിന്റെ ഡയപ്പേഴ്സ് ആണ്. ഇതുവരെ കുട്ടിക്ക് വേറെ കുഴപ്പങ്ങളൊന്നും ഇതിനകത്ത് യൂസ് ചെയ്തിട്ട് വന്നിട്ടില്ല. അപ്പൊ ഹഗ്ഗീസിന്റെ ഡയപ്പേഴ്സ് ഇനി എത്ര എണ്ണം വെക്കണം എന്നുള്ളത് അതും നിങ്ങളുടെ കുട്ടിയുടെ ആവശ്യം അനുസരിച്ച്. ഇപ്പം ഡെയിലി ഇപ്പം മോഷൻ പോകുന്ന കുട്ടിയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ അപ്പം അല്ലെങ്കിൽ 1-2 ഫ്രീക്വന്റ് ആയിട്ട് പോകുന്ന കുട്ടിയാണെങ്കിൽ അതനുസരിച്ച് കൂടുതൽ നമ്മൾ എപ്പോഴും കൂടുതൽ പാക്ക് ചെയ്യുക. എന്തായാലും ഞാൻ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഡെയിലി പുറത്ത് പോകാൻ വേണ്ടിയിട്ടാണെങ്കിൽ അതും ഡയപ്പേഴ്സ് പാക്ക് ചെയ്യുമ്പം എത്ര നേരത്തേക്കാണ് നിങ്ങൾ പുറത്ത് പോകുന്നത് എന്നുള്ളതനുസരിച്ച് പാക്ക് ചെയ്യുക. ഇപ്പം 1 day ഒക്കെ ആണെങ്കിൽ ഒരു കുട്ടി നോർമലായിട്ട് ഒരു 7-8 ഡയപ്പേഴ്സ് ഒക്കെയാണ് മാക്സിമം യൂസ് ചെയ്യുള്ളൂ. 24 hours ആണെങ്കിൽ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 5 ഡയപ്പേഴ്സ് ഒക്കെ മതിയാകും. ഇപ്പം നമ്മൾ പെട്ടെന്നൊന്ന് പുറത്തു പോയിട്ട് വരാനൊക്കെ ആണെങ്കിൽ 5 ഡയപ്പേഴ്സ് മതിയായിരിക്കും. അപ്പം അതനുസരിച്ച് പാക്ക് ചെയ്യുക. അപ്പം ഞാൻ നോർമലി എൻ്റെ ഡയപ്പർ ബാഗിനകത്ത് വെക്കുന്നത് മൊത്തം ടോട്ടൽ 10 ഡയപ്പേഴ്സ് ആയിരിക്കും. അപ്പം ഇൻ കേസ് എന്തെങ്കിലും ആവശ്യം വന്നാലും നടത്തും. ഡയപ്പർ മാത്രമാണ് ഞാൻ ഓവറായിട്ട് പാക്ക് ചെയ്യുന്ന ഒരു സാധനം. പിന്നെ ഡയപ്പർ പാക്ക് ചെയ്യുമ്പോൾ ഓൾവേസ് പാക്ക് ചെയ്യുക ഒരു വെറ്റ് വൈപ്പർ. ഇത് ക്രിക്ലാൻഡിന്റെ ആണ്. ഇത് പക്ഷെ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ബ്രാൻഡല്ല, നാട്ടിലുള്ളതല്ല. ഇത് കനേഡിയൻ ബ്രാൻഡാണ്. ഇത് കാനഡയിലെ കോസ്കോയിൽ കിട്ടുന്ന ഒരു ബ്രാൻഡാണ്. അപ്പം ഞങ്ങൾ യൂസ് ചെയ്യുന്നത് ക്രിക്ലാൻഡിന്റെ വെറ്റ് വൈപ്സ് ആണ്. ഈ ഡയപ്പർ ബാഗ് ഞങ്ങൾ കാനഡയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് വാങ്ങിച്ചപ്പോൾ ഞങ്ങൾക്ക് ഇതിന്റെ കൂടെ കിട്ടിയ ഒരു പൗച്ച് ഉണ്ട്. അതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി. നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു പൗച്ച് കിട്ടുന്ന ഒരു ഡയപ്പർ ബാഗ് മേടിക്കാൻ നോക്കുക. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ആ പൗച്ച് ഇരിക്കുന്നത്. ഇത് മെയിൻലി ഡയപ്പർ ചേഞ്ചിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു പൗച്ചാണ്. ഇതിന്റെ അകത്ത് ഇത് ഞാൻ കാണിച്ചിരുന്നത് ഇങ്ങനെയാണ് തുറക്കുക. ഇതിനകത്ത് ഇങ്ങനെ 2 വിങ്സ് പോലെ ഉണ്ടാവും. ഇത് വാട്ടർ പ്രൂഫ് ആണ്. ഇതിനകത്ത് നമുക്ക് ഇപ്പൊ നമുക്ക് ഡയപ്പർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കിടത്താനായിട്ട് ഇപ്പൊ നമ്മൾ വേറെ എവിടെയെങ്കിലും വേറെ ഒരു വീട്ടിലോ അല്ലെങ്കിൽ വേറൊരു ഹോട്ടലിലോ അല്ലെങ്കിൽ റെസ്റ്റോറന്റിലോ പോകുമ്പോൾ ആണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടി വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കിടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടായി ഇപ്പം കുട്ടി അല്ലാതെ നമ്മൾ ചേഞ്ച് ചെയ്യുന്ന സമയത്താണ് മൂത്ര വയ്ക്കുന്നതെങ്കിൽ അവിടെ മുഴുവൻ വൃത്തികേടാവും. അപ്പോൾ ഇത് ഇങ്ങനെ തുറന്നു വെച്ചിട്ട് ഇതിനകത്ത് കിടത്താം. ഇത് വാട്ടർ പ്രൂഫ് ആണ്. ഇതിന് 2 പൗച്ച് ഉണ്ട്. ഇതും ഭയങ്കര ഈസിലി ആക്സസിബിൾ ആണ്. ഈ പൗച്ചിനകത്ത് ഞാൻ ഡയപ്പേഴ്സ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്തെ പൗച്ചിനകത്ത് നമുക്ക് വെറ്റ് വൈപ്സ് വെക്കാനായിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. ഇതിനകത്ത് നമുക്ക് ഇതിങ്ങനെ തുറന്നിട്ട് ഇതിങ്ങനെ വെറ്റ് വൈപ്സ് ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഭയങ്കര ഹാൻഡിയാണ് ഇത്. നമുക്ക് പെട്ടെന്ന് മാറണം തോന്നുമ്പോൾ നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഡയപ്പർ ബാഗിൽ ഇതെങ്ങനെ എടുക്കാം, എന്നിട്ട് ചേഞ്ച് ചെയ്യുക, വെറ്റ് വൈപ്പ് വെച്ചിട്ട് തന്നെ ഒന്ന് വൈപ്പ് ചെയ്യുക, തിരിച്ചെടുത്ത് വെക്കാം. സോ ഇതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി. ഡയപ്പർ ബാഗിന്റെ കൂടെ തന്നെ കിട്ടിയതാണിത്. ഡയപ്പറിന്റെ കൂടെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഡയപ്പർ ഇപ്പൊ നാട്ടിൽ ഭയങ്കര ചൂടാണ്. കാനഡയിൽ വെച്ച് നോക്കുമ്പോൾ നാട്ടിൽ ഭയങ്കര ചൂടാണ്. അപ്പൊ റാഷസ് ഉണ്ടാകാനായിട്ടുള്ള ഭയങ്കര ചാൻസസ് ഉണ്ട്. അത് എപ്പോഴാണ് വരുന്നേ, എങ്ങനെയാ വരുന്നേ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ എപ്പോഴും നമ്മളുടെ ബാഗിൽ ഒരു ഡയപ്പർ റാഷ് ക്രീം കൊണ്ടെടുക്കുക. ഇതിപ്പോ ഞാനൊരു വേറൊരു ബോട്ടിലിൽ ഇട്ട് വെച്ചേക്കുന്നതാണ്. ഞാൻ കാനഡയിൽ നിന്ന് തന്നെ മേടിച്ചതാണ്. ഞാൻ സ്യൂഡോ ക്രീം എന്ന് പറഞ്ഞ ഒരു ക്രീമാണ് വാങ്ങിച്ചത്. അത് വലിയൊരു ബോട്ടിലാണ്. അപ്പൊ അത്രയും നാട്ടിലേക്ക് കൊണ്ടുവരണ്ടല്ലോ, അത്രയും വലിയത് പറഞ്ഞാൽ കൊണ്ടുവരണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ വേറൊരു ബോട്ടിലേക്ക് മാറ്റിയതാണ്. അത് എപ്പോഴും കൊണ്ടുനടക്കുക. കാരണം ബേബിയുടെ നമ്മളുടെ ആ ഇന്ന ക്രീസസിൽ എപ്പോൾ വേണമെങ്കിലും ഇതുള്ള റാഷ് പോലെ വരാം, റെഡ്നെസ് വരാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്. അതുപോലെ തന്നെ സ്യൂഡോ ക്രീം ഭയങ്കര യൂസ്ഫുൾ ആണ്. പെട്ടെന്ന്, അതായത് ഈ റെഡ്നെസ് ഒക്കെ നമുക്ക് കണ്ടു തുടങ്ങുമ്പോൾ തന്നെ നമ്മളതങ്ങ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് മാറും. ഭയങ്കര യൂസ്ഫുൾ ക്രീമാണത്. അതുപോലെ തന്നെ ഡയപ്പർ ചേഞ്ച് ചെയ്യുമ്പം ഞാൻ നാട്ടിലായതുകൊണ്ട് എപ്പോഴും വെറ്റ് വൈപ്പ് യൂസ് ചെയ്തതിന് ശേഷം ഞാനൊരു ക്രീമും കൂടെ യൂസ് ചെയ്യാറുണ്ട്. എന്തെങ്കിലും നമ്മളുടെ മോയ്സ്ചറൈസർ ക്രീമില്ലേ, ബേബിക്ക് യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ ക്രീം
ഞാനെപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. അതും ഞാൻ ഈ ഡൈപ്പറുടെ ഈ ബാഗിനകത്താണ് കൊണ്ടുനടക്കുന്നത്. ഞങ്ങൾ യൂസ് ചെയ്യുന്നത് അവീനോന്റെ ആണ്. അവീനോയുടെ ഇതുപോലെ ചെറുത്, ഇത് വാങ്ങിക്കാൻ കിട്ടുന്നതല്ല, ഇത് ആക്ച്വലി ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയതാണ്. അപ്പം ഞാൻ ഇതിനകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തതാണ്. തീരുമ്പോൾ ഞാൻ അതിനകത്ത് ട്രാൻസ്ഫർ ചെയ്യും. കാരണം അത് കുഞ്ഞു ബോട്ടിലായതുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കൊണ്ടുനടക്കാനായിട്ട് എളുപ്പമായിരിക്കും. അല്ലാതെ ഇവന്റെ കയ്യിലിരിക്കുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഭയങ്കര വലിയൊരു ബോട്ടിലാണ്. അപ്പം ഇതുപോലെ കുഞ്ഞു ബോട്ടിലുണ്ടെങ്കിൽ നമ്മൾ അതിനകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഹാൻഡി ആയിട്ട് നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റും. പിന്നെ അടുത്ത സാധനം ഞാൻ കൊണ്ടുനടക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ബേബിക്കുള്ള ഫുഡ്. ഇപ്പം നമ്മുടെ ബേബി 4 month ആണ്. അവൻ കംപ്ലീറ്റ്ലി ബ്രസ്റ്റ് ഫീഡിങ് ആണ്. ഇപ്പം നമുക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ നമുക്ക് ഉണ്ടാവും. ഇപ്പോൾ ഒരു ബസ്സിൽ വെച്ചിട്ടാണെങ്കിലും അങ്ങനെ, അല്ലെങ്കിൽ ബസ്സിൽ നമ്മൾ ട്രാവൽ ചെയ്യാറില്ല, എന്നാലും നമ്മൾ വെളിയിൽ പോകുമ്പം എവിടെയെങ്കിലും വെച്ചിട്ട് നമുക്ക് പ്രൈവസി ഇഷ്യൂസ് കാരണം നമുക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള സ്ഥിതി ഉണ്ടെങ്കിൽ, അപ്പം ഞങ്ങൾ ബേബീനെ ഫോമുല മിൽക്കും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു. ഭയങ്കര യങ് ആയിരുന്നപ്പോൾ തന്നെ നമുക്ക് ഒരു ഇൻ കേസ് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫോമുല കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് റെഡി ടു ഫീഡ് ആയിരുന്നു. അത് നമ്മൾ അന്നേരം നമ്മൾ പൗഡർ ഒന്നല്ല, അത് നമുക്ക് അങ്ങനെ തന്നെ ബേബിക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ സൈഡിൽ കാണിച്ചു തരാം. ആ ബോട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുറക്കുക, അതിനകത്തേക്ക് ഒരു നിപ്പിൾ അറ്റാച്ച് ചെയ്യുക, എന്നിട്ട് അതിൽ നിന്ന് ഡയറക്റ്റ് കൊടുക്കാൻ പറ്റും. അതിൽ നമുക്ക് കലക്കമൊന്നും വേണ്ട. ഇപ്പം 3 months കഴിഞ്ഞപ്പം ഞങ്ങൾ പയ്യെ അത് റെഡി ടു ഫീഡിൽ നിന്ന് ബോട്ടിൽ അല്ലെങ്കിൽ പൗഡറിലേക്ക് മാറ്റി. അപ്പം എപ്പോഴും ഞാൻ പറയുകയാണെങ്കിൽ കുട്ടിക്ക് അൾട്ടിമേറ്റ്ലി നമ്മൾ ബ്രസ്റ്റ് ഫീഡ് തന്നെ ചെയ്യുക. കാരണം ബ്രസ്റ്റ് മിൽക്കിന്റെ അത്രയും നല്ല മിൽക്ക് വേറെ ഈ ലോകത്തൊന്നുമില്ല. അപ്പൊ നമുക്ക് മാക്സിമം ബ്രസ്റ്റ് ഫീഡ് തന്നെ ചെയ്യാം. ഇപ്പം നമ്മൾക്ക് അങ്ങനെ കൊടുക്കുന്ന ബേബീസ് ആണെങ്കിൽ നമ്മൾ ഡൈപ്പർ ബാഗിൽ ക്യാരി ചെയ്യുന്നത് വേറെ കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പം അത് നമ്മൾ ഒരു ബോട്ടില്, പിന്നെ വെള്ളം, തിളപ്പിച്ചാറിയ വെള്ളത്തിലാണ് നമ്മൾ പൗഡർ മിക്സ് ചെയ്യുന്നത്. അപ്പം ബോട്ടിലും വെള്ളവും. അതുപോലെ ഞാൻ പൗഡർ ക്യാരി ചെയ്യാനായിട്ട് ഒരു അടിപൊളി സാധനം ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചു. അത് ഇതാണ്. ഇതിനകത്ത് നിന്ന് 4 ഫീഡിങ്സിലുള്ള വേണ്ട പൗഡേഴ്സ് നമുക്ക് ക്യാരി ചെയ്യാം. അത് നമ്മളിപ്പോൾ ഒരു ഷോർട്ട് ഇന്റർവെല്ലിനാണ് നമ്മൾ പുറത്ത് പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഫീഡിങ് കൊടുക്കാനുള്ളത് മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് മാത്രമായിട്ട് കൊണ്ടുനടക്കാം. അങ്ങനെ ഇതിപ്പോൾ ഇതിനകത്ത് ഒരു സ്പേസേ ഉള്ളൂ നമുക്കത് കൊണ്ടുപോകാനായിട്ട്. അപ്പം ഇത് ഒരെണ്ണമായിട്ടും ഉണ്ടാവും. അപ്പം 2 ഫീഡിങ് വേണമെങ്കിൽ അതിന് 2 എണ്ണം കൊണ്ടുപോകാം. അങ്ങനെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമായിരുന്നു ഇത്. ഇതും നമ്മൾ എത്ര നേരത്തേക്കാണ് പുറത്ത് പോകുന്നതെന്നുള്ളതനുസരിച്ച് ഇതും ഡൈപ്പർ ബാഗിൽ വെക്കാം. പിന്നെ വേണ്ടത്, ഫീഡ് ചെയ്യുമ്പം എപ്പോഴും കുട്ടിയുടെ ഇങ്ങനെ പോയി കഴുത്തിൻ്റെ അവിടേക്കൊക്കെ പോയി പിന്നെ അത് അവിടെ പാലിരുന്ന് കുട്ടിക്ക് അസ്വസ്ഥതകളുണ്ടാവും. അപ്പം അതുകൊണ്ട് എപ്പോഴും വാഷ് ക്ലോത്ത്സ്, അതായത് ഇങ്ങനെ ചെറിയൊരു ക്ലോത്തിനാണ് ഈ വാഷ് ക്ലോത്ത് എന്ന് പറയുന്നത്. എപ്പോഴും ഇതും ഞാൻ കുറച്ച് ഓവറായിട്ട് ബാഗിൽ കൊണ്ടു നടക്കുന്ന ഒരു സാധനമാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഫീഡ് ചെയ്യിക്കുമ്പോൾ ഒരുപാട് മിൽക്ക് ഇങ്ങനെ പുറത്ത് കുട്ടി തന്നെ കുറെ പുറത്ത് വന്നിട്ട് അപ്പൊ ഇത് മുഴുവൻ സ്റ്റോക്കായി കഴിഞ്ഞാൽ നമുക്ക് ഇത് ഒരെണ്ണം പോരാ, അപ്പൊ ഒരെണ്ണോടെ വേണം. അപ്പൊ അതിന് ഒരു 2-3 എണ്ണം, ഓവർ എന്ന് പറഞ്ഞാൽ 5 എണ്ണമെങ്കിലും മാക്സിമം അത്രയും മതിയാവും. അത്രയും കൊണ്ടെടുക്കുക എപ്പോഴും. പിന്നെ കുട്ടിയുടെ ഇങ്ങനെ നമ്മൾ എടുത്തു പിടിക്കുമ്പോഴേക്ക് കുട്ടിയുടെ വായിൽ നിന്ന് ഇങ്ങനെ സലൈവ വരും. അപ്പൊ അന്നേരം നമ്മൾ അതൊക്കെ തൊപ്പി കൊടുക്കാനായിട്ട് എപ്പോഴും കയ്യിൽ നമ്മളുടെ ഇതുണ്ടാവണം. പിന്നെ നമുക്ക് വാഷ് ക്ലോത്തിന്റെ കൂടെ വാഷ് ക്ലോത്ത് പോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള വേറൊരു സാധനമാണ് ഇതിന്റെ മെയിൻ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബേബി ഫീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഗ്യാസ് കളയാനായിട്ട് തട്ടില്ല, നമ്മൾ പുറകെ ഇട്ട് നമ്മൾ ഇവിടെ ഇട്ട് തട്ടുമ്പം മിൽക്ക് ഇപ്പോൾ പുറത്തേക്ക് വരുവാണെങ്കിൽ അത് അബ്സോർബ് ചെയ്യാൻ, നമ്മൾ ഡ്രസ്സിലാവാണ്ടിരിക്കാനും താഴേക്കൊന്നും പോകാണ്ടിരിക്കാനായിട്ട് ഇത് ആദ്യം നമ്മളുടെ ഷോൾഡറിൽ ഇട്ടിട്ട് ബേബീനോട് കിടത്തി തട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻ കേസ് ബേബി മിൽക്ക് പുറത്തേക്ക് നമ്മൾ ഗ്യാസ് കളയുന്ന സമയത്ത് പുറത്തേക്ക് വരികയാണെങ്കിൽ തന്നെ ഇത് പെട്ടെന്ന് അബ്സോർബ് ചെയ്യും. ഇതും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വേറൊരു കാര്യമാണ് സ്പാഡിൽ ബ്ലാങ്കറ്റ്. ഇപ്പൊ ബേബി സ്പാഡിൽ ബ്ലാങ്കറ്റിൽ നിന്നൊക്കെ ഔട്ടായി, അവന് ഇപ്പൊ ബാങ്ക് ബ്ലാങ്കറ്റ് ഒന്നും വേണ്ട ഉറങ്ങാനായിട്ട്. അപ്പൊ ഞാൻ യൂസ് ചെയ്ത് ഇത് ഇവൻ ചെറുതായിരുന്നപ്പം ഇവനെ ഇങ്ങനെ നമ്മൾ പൊതിഞ്ഞ് വെക്കില്ലേ, അതിനു വേണ്ടിയായിരുന്നു ഇത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം അതിൽ നിന്നൊക്കെ അവൻ ഔട്ട് ആയതുകൊണ്ട് ഞാനിപ്പോൾ അത് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് പോകുമ്പം ഇപ്പൊ നൈറ്റിലാണ് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊച്ചിന് കുറച്ച് തണുപ്പ് വരുവാണെങ്കിൽ നമുക്ക് ഇത് വെച്ച് കവർ ചെയ്യാൻ പറ്റും. നമ്മൾ ദേഹത്തിട്ടിട്ട് ഇത് അവനെ നമ്മൾ ദേഹത്തിട്ട് അതിന് മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിനൊരു കവറിങ് ആവും. പിന്നെ യൂസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വെയിലത്താണ് കുട്ടീനെ കൊണ്ട് നടക്കണമെന്നുണ്ടെങ്കിൽ ഇതും അതുപോലെ തന്നെ തലയിലൊന്നും ഇട്ട് കഴിഞ്ഞാൽ അതിനൊരു കവറിങ് വരും. പിന്നെ നമ്മൾ ഫീഡ് ചെയ്യുകയാണ്, ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രൈവസിക്ക് വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ
എല്ലാത്തിനും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഇതിന് വേറെ യൂസസ് ഉണ്ട്. നമുക്ക് ഇൻ കേസ് നമ്മൾ വാഷ് ക്ലോത്ത് ഒക്കെ നമ്മൾ ഡേർട്ടി ആയിട്ടിരിക്കുകയാണ്, നമുക്ക് വേറെ ഒരെണ്ണം നമ്മുടെ സ്പെയർ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് വെച്ച് തുടയ്ക്കാൻ പറ്റും. ഇത് വെച്ച് തുടയ്ക്കാം. ഇപ്പം കൊച്ചിന് ബേപ്പ് ചെയ്യാനായിട്ട് ഇവിടെ ഇടുന്ന സമയത്ത് നമുക്ക് ഇതിട്ടിട്ട് അതിന് മുകളിൽ കൊച്ചിനെ കിടത്താം. അപ്പൊ ഇതും പെട്ടെന്ന് അബ്സോർബ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ്. അപ്പൊ അങ്ങനെ മൾട്ടിപ്പിൾ യൂസ് ആണ് ഒരു സ്വാഡൽ ബ്ലാങ്കറ്റിനുള്ളത്. അപ്പൊ സ്വാഡൽ ബ്ലാങ്കറ്റും ഒരെണ്ണം ഞാൻ കൊണ്ടുവരാറുണ്ട്. പിന്നെ നാട്ടിൽ വരുമ്പോൾ ഞാൻ പ്രത്യേകം വാങ്ങിച്ച ഒരു സാധനമാണ് ഫാൻ. ഈ ഫാൻ ഞാൻ അവിടെ നിന്ന് കാനഡയിൽ നിന്ന് പോരുന്നതിന് മുന്നേ എനിക്ക് തോന്നുന്നു ഞാൻ ഷീനിന്ന് വാങ്ങിച്ചതാണെന്ന് തോന്നുന്നു. ഇതും എനിക്ക് നാട്ടിൽ വന്നിട്ട് ഭയങ്കര യൂസാണ്. ഭയങ്കര കാറ്റാണ്, നല്ല ഭയങ്കര നമുക്ക് അത്ര ഭയങ്കര ചൂടെടുക്കുകയാണെങ്കിൽ നമുക്ക് കുട്ടീനെ വീട്ടിൽ ഇതിങ്ങനെ വെച്ചിട്ട് പുറത്ത് പോകുമ്പോൾ ഇതൊക്കെ അടിച്ചു കഴിഞ്ഞാൽ കുട്ടി ഒരുവിധം നോർമലാവും. ഇവിടെ വന്നിട്ട് അവന് ചൂട് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല, ഇപ്പോഴും പറ്റില്ല. കുട്ടി പുറത്തിറങ്ങി കഴിയുമ്പം ഭയങ്കര ടയേർഡാവും ഈ ചൂടൊക്കെ അടിച്ചിട്ട്. അപ്പൊ ഇതൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം അവനെ കൊണ്ട് കുറച്ച് നേരം പുറത്തേക്ക് ഇറങ്ങി നമുക്ക് ഇരിക്കാനൊക്കെ പറ്റും. അപ്പൊ അങ്ങനെ യൂസ് ചെയ്യുന്നതാണിത്. ഇതിന്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബാറ്ററി അല്ല, ഇത് റീചാർജിങ് സാധനമാണ്. അത് കാരണം എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ബാറ്ററി ഇപ്പൊ പെട്ടെന്ന് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും വേണം. അല്ല, ഇത് നമുക്ക് പവർ ബാങ്ക് കയ്യിലുണ്ടെങ്കിൽ നമുക്കിത് കോഡുണ്ട്, ഇതിന്റെ കൂടെ നമുക്ക് ഇതിന്റെ കോഡ് കിട്ടും. ഇത് പെട്ടെന്ന് റീചാർജ് ചെയ്ത് നമുക്ക് പിന്നെയും യൂസ് ചെയ്യാവുന്ന സാധനമാണ്. അപ്പൊ ഇതും ഞങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. ഇതും എപ്പോഴും ഡയപ്പർ ബാഗിനകത്ത് ഉണ്ടാവും. പിന്നെ വേറൊരു ഐറ്റം ഞാൻ ബാഗിൽ കൊണ്ട് നടക്കുന്ന ഒരു സാധനമാണ് നെയിൽ ട്രിമ്മർ. ബേബിക്ക് എനിക്ക് തോന്നുന്നു ഞാൻ ബേബി ഉണ്ടാവുന്നതിന് മുന്നേ തന്നെ വാങ്ങിച്ചതാണിത്. ഇതിൽ പല മോഡ്സ് ഉണ്ട്. ഇത് ന്യൂ ബോൺ തൊട്ട് അഡൾട്ട് ആയിട്ടുള്ള ആൾക്കാർക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നെയിൽ ട്രിമ്മർ ആണ്. വേറെ ഇതിനകത്ത് ഉണ്ടാവാറുണ്ട്, കാരണം കൂടുതൽ സാധനങ്ങൾ ഞാൻ പാക്ക് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് എപ്പോഴും സ്പേസ് ബാലൻസ് വരാറുണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ എപ്പോഴും ബാഗിനകത്ത് തന്നെ വെച്ചിരിക്കുന്നുണ്ടാവാം. പിന്നെ ഞാൻ കൊണ്ടുവരുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേബിയുടെ മെഡിസിൻസ് ആണ്. ഇതുപോലെ ഒരു ബേബിക്ക് ആവശ്യമായിട്ടുള്ളത്, നമ്മുടെ ബേബീസിന് എന്ത് മെഡിസിൻ ആണ് നമുക്ക് ആവശ്യമായിട്ട് എപ്പോഴും തോന്നാന്നുള്ളത്, അങ്ങനെ ഒരു മെഡിസിൻ എപ്പോഴും ഒരു പൗച്ചിനകത്താക്കി വെക്കുക. വെറുതെ ബാഗിൽ ഇടാനേലും നല്ലത് എപ്പോഴും ഒരു പൗച്ചിനകത്താക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴാണ് യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ പൗച്ച് എടുത്തിട്ട് ഇതിനകത്ത് സെർച്ച് ചെയ്താൽ മതി. ഇതിനകത്ത് ഞാൻ ഇപ്പൊ വെച്ചേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേബിയുടെ മെഡിസിൻസ് ഉണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഞാൻ അത് യൂസ് ചെയ്യാനുള്ള ഡ്രോപ്പേഴ്സും വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വെച്ചേക്കുന്നത് നോസ് പ്ലക്കർ വെച്ചിട്ടുണ്ട്. നോസ് പ്ലക്കർ എന്ന് പറഞ്ഞാൽ നോസിന്റെ ഉള്ളിൽ ഇത് എടുക്കാനായിട്ട്, നമ്മുടെ എന്തെങ്കിലും അഴുക്കിരിക്കുമ്പോൾ അത് എടുക്കാനായിട്ടുള്ള ഒരു പ്ലക്കർ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്തുള്ളത് തെർമോമീറ്റർ ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ജനറലി ഇതിനകത്ത് വെച്ചേക്കുന്നത്. അത്രേ ഉള്ളൂ. അത്രയാണ് ഈ മെഡിസിൻസ്. ഞാൻ ഇതും എപ്പോഴും കൊണ്ടെടുക്കാറുണ്ട്. കുട്ടിക്ക് പനി വരുവാണെങ്കിൽ പനിക്കുള്ള മെഡിസിൻ ഉണ്ട്. ഇപ്പൊ ഗ്യാസ് ട്രബിൾ വരുവാണെങ്കിൽ ഗ്യാസ് ട്രബിളിനുള്ള മെഡിസിൻ ഉണ്ട്. ഇതൊക്കെ ഇപ്പൊ ബേബീസിന് അവർക്ക് എപ്പോഴും കരയാനേ അറിയുള്ളൂ. അപ്പൊ നമ്മൾ അതനുസരിച്ച് അത് കണ്ട് എന്താണ് ബേബി കരയാനുള്ള കാര്യം എന്നുള്ളത് കണ്ട് അതനുസരിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെഡിസിൻ കിറ്റ്. അതും ഇപ്പൊ നമ്മുടെ ബേബിയുടെ പോലെ അല്ല വേറൊരാളുടെ ബേബി. അപ്പം ഓരോ ബേബീസും ഡിഫറെന്റ് ആണ്. അപ്പൊ ആ ബേബിയുടെ നീഡ്സ് അനുസരിച്ച് മെഡിസിൻ ബാഗ് ഒരെണ്ണം എപ്പോഴും ഡയപ്പർ ബാഗിൽ ഒരെണ്ണം വെക്കും. പിന്നെ ഇനി അഡീഷണൽ ആയിട്ട് ഞാൻ വെക്കുന്ന കുറച്ച് സാധനമാണ് ബേബിയുടെ ഡ്രസ്സസ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൺസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സാധനമാണ്. ഇതാണ് വൺസി എന്ന് പറയുന്നത്. ഇതിന് വേറെ ലെഗ് പീസ് അറ്റാച്ച്ഡ് അല്ല, ഇങ്ങനെ കവർ ചെയ്ത്. അപ്പം കുട്ടിയുടെ ഒരു ലെഗും പുറത്തായിരിക്കും. ഇതിന്റെ സ്ലീവ് ഉള്ളതുകൊണ്ട്, സ്ലീവ്ലെസ് ഉണ്ട്, ഫുൾ സ്ലീവ് ഉള്ളതുണ്ട്, അങ്ങനെ പലതുണ്ട്. ഞാൻ ഇവിടെ നാട്ടിൽ വന്നുകൊണ്ട് ഷോർട്ട് സ്ലീവ് ആണ് വാങ്ങിച്ചത്. വൺസി എപ്പോഴും ഒരെണ്ണം ബാഗിനകത്ത് ഉണ്ടാവും. ഇൻ കേസ് പാൽ കുടിക്കുമ്പോൾ പാല് കൂടുതൽ പുറത്ത് വന്ന് ദേഹത്തൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡ്രസ്സിലൊക്കെ ആയി കഴിഞ്ഞാൽ അത് ചേഞ്ച് ചെയ്യാനായിട്ട്. പിന്നെ ഒരെണ്ണം ഞാൻ കൊണ്ടെടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലീപ്പറാണ്. സ്ലീപ്പർ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഫുൾ കവേർഡ് ആയിട്ടുള്ള ഒരു ഡ്രസ്സ്, ഫുൾ കവേർഡ്. അപ്പം സ്ലീപ്പർ നമുക്ക് 2 ടൈപ്പ് കിട്ടും. ഞാൻ നാട്ടിലും കിട്ടും. ഇത് കാനഡയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിബ് ഉള്ളതും അതുപോലെ തന്നെ ഇതുപോലെ ബട്ടൺസ് ഉള്ളതുണ്ട്. ഇങ്ങനെ ബട്ടൺസ് ഉള്ളത് ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യണത് സിബ് ഉള്ളതാണ്. കാരണം സിബ് ഉള്ളത് നമുക്ക് കുട്ടിയുടെ കൈയും കാലും ഒക്കെ കയറ്റിട്ടിട്ട് വേഗം നമുക്ക് സിബ് ഇടാം. ബട്ടൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബട്ടൺസ് യൂസ്ഫുൾ ആണ് കുഞ്ഞു വാവന്മാരായിരിക്കുമ്പോൾ. അതായത് ഇവർ കൈയും കാലൊക്കെ ഇട്ട് അടിച്ച് തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് സ്ലീപ്പേഴ്സ്. ഇങ്ങനെ ബട്ടൺ ഉള്ള സ്ലീപ്പേഴ്സ് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് സിബുള്ള സ്ലീപ്പേഴ്സാണ്. കാരണം അതാണ് നമുക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ പെട്ടെന്ന് പണികളൊക്കെ തീർക്കാൻ പറ്റുന്നത് സിബുള്ള സ്ലീപ്പേഴ്സാണ്. അങ്ങനെ ഒരു വൺസിയും ഒരു സ്ലീപ്പറും എപ്പോഴും ബാഗിനകത്ത് ഉണ്ടാവും. പിന്നെ ഞാൻ എക്സ്ട്രാ വെക്കുന്ന വേറൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെയർ ഓഫ് മിറ്റൻസും ഒരു പെയർ ഓഫ് സോക്സും ആണ്. ഇതിൻ്റെ ഒരു സോക്കിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. അപ്പം ഒരു പെയർ ഓഫ് സോക്കും ഒരു മിറ്റൻസ്. അപ്പോൾ ഇത്രയാണ് ഞാൻ എൻ്റെ ഡയപ്പർ ബാഗിനകത്ത് പാക്ക് ചെയ്ത് വെക്കുന്നത്. പിന്നെ ഞാൻ പറയുവാണ് ഓരോ ബേബീസും ഡിഫറെൻ്റ് ആണ്. അപ്പം ബേബീസിൻ്റെ നീഡ് അനുസരിച്ച് അവർക്ക് എന്താണ് വേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡയപ്പർ ബാഗിനകത്ത് വെക്കുക. ഇപ്പം ഞാനൊരു ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഡയപ്പർ ബാഗിനകത്ത്, അതും മിനിമൽ ആയിട്ടുള്ള എന്ത് സാധനങ്ങളാണ് ഡയപ്പർ ബാഗിൽ വെക്കേണ്ടതെന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്.
സോ ഐ ഹോപ്പ് യു ഓൾ എൻജോയ്ഡ് മൈ വീഡിയോ. ഇത് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും കൂടുതൽ ഞാൻ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അടുത്ത വീഡിയോ എന്താ വേണ്ടതെന്നുണ്ടെങ്കിൽ ഡു കമൻറ്റ്. പിന്നെന്താ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.